ഹമാസിന്റെ തലവനെ തട്ടിയതിനു തൊട്ടു പിന്നാലെ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഒരു മുതിർന്ന സൈനിക കമാൻഡർ അടക്കം 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. IDFന്റെ കനത്ത വ്യോമാക്രമണം നടക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ തുൽക്കറേമിൻ എന്ന് പറയുന്ന സ്ഥലത്ത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കമാൻഡർ അടക്കമുള്ളവരുടെ മുകളിൽ ബോംബ് പതിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതിനിടയിൽ ഈ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇറാൻ വ്യാപകമായ അറസ്റ്റ് തുടങ്ങി എന്നുള്ളതാണ്. അവരുടെ രാജ്യത്ത് തന്നെ അവർ ഈ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ഇറാൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു, ഇറാൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 12-ലധികം പേരെയാണ് ഇറാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 12-ലധികം ഇറാനിയൻ പൗരന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. അറസ്റ്റിലായവരിൽ ഒരാൾ മുതിർന്ന ഇറാനിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനാണ്. പിന്നീടുള്ളത് സൈനിക ഉദ്യോഗസ്ഥരാണ്. ഒപ്പം തന്നെ ഗസ്റ്റ് ഹൗസിൻ്റെ RGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇപ്പോൾ നടന്ന ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസിൻ്റെ സൈനിക കമാൻഡറുടെ പേര് ഹൈത്തം ബലിദി എന്നാണ്. ഏതായാലും വലിയ രീതിയിൽ ഈ ഹനിയുടെ കൊലപാതകത്തിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന വലിയൊരു വ്യോമാക്രമണം എന്ന് തന്നെ പറയാം. ഏതാണ്ട് ഹമാസിൻ്റെ കമാൻഡർമാരെയല്ല, അല്ലെങ്കിൽ സൈനിക നേതൃത്വത്തെയൊക്കെ ഇല്ലാതാക്കുന്നതിനൊരു ശ്രമമാണ്. ഒപ്പം തന്നെ ഇറാനിലും വലിയ സംഭവവികാസങ്ങളാണ് നടക്കുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇറാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരടക്കം അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നു. ഇന്ന് രാവിലെ നമ്മൾ നൽകിയ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, അമേരിക്കൻ വാർഷിപ്പുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നു, യുദ്ധവിമാനങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഏതായാലും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.